ഇത് നമ്മുടെ തിരുവല്ലയിൽ ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആഗോള ആസ്ഥാനമായ ഗോസ്പൽ ഫോർ ഏഷ്യ, അതായത് GFA വേൾഡ്, അതിൻ്റെ ആസ്ഥാനമാണ്. ഇത് അമേരിക്കയിലെ ടെക്സസ് സ്റ്റേറ്റിലെ ഡാളസിന് അടുത്താണ്. അമേരിക്കയിലെ തിരക്കേറിയ ഒരു നഗരം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു നഗരം. എന്നാൽ ഈ നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഏഷ്യയിലെ ഗ്രാമങ്ങളെയും ദരിദ്രരെയും സുവിശേഷം കേൾക്കാത്ത ജനങ്ങളെയും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു ചെറിയ മിഷൻ പ്രസ്ഥാനത്തിൻ്റെ കഥയാണ് ഡോക്ടർ KP യോഹന്നാൻ്റേത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന GFA വേൾഡ് എന്ന സംഘടനയുടെ കഥയും. 1950 കേരളത്തിൽ നിരണത്ത് ജനിച്ച KP യോഹന്നാൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തന്നെ മിഷൻ പ്രവർത്തനത്തിനോടുള്ള വലിയ താല്പര്യമുണ്ടായി. 1974 അദ്ദേഹം അമേരിക്കയിലെത്തി. ടെക്സാസിലെ ക്രിസ്വെൽ കോളേജിൽ തിയോളജി പഠിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഡാളസിലെ ഒരു പ്രാദേശിക സഭയിൽ പാസ്റ്ററായി സേവനം ചെയ്തു. ഏകദേശം 4 വർഷം അദ്ദേഹം ആ ശുശ്രൂഷയിൽ തുടർന്നു. ഡാളസിലെ സഭാ ശുശ്രൂഷയ്ക്കിടയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം വളർന്നു. ഏഷ്യയിലെ കോടിക്കണക്കിന് ആളുകൾക്ക് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ആരാണ് പോവുക? ഈ ചോദ്യമാണ് പിന്നീടൊരു വലിയ മിഷൻ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി മാറിയത്. KP യോഹന്നാനും ഭാര്യ ഗിസലയും ചേർന്ന് ലോക മിഷനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചൊവ്വാഴ്ചകളിൽ ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ ഒരുമിച്ച് ലോകത്തിൻ്റെ ഭൂപടത്തിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ലക്ഷ്യം വ്യക്തമായിരുന്നു: ഏഷ്യയിലെ സുവിശേഷം കേൾക്കാത്ത ജനങ്ങളിലേക്ക് എത്തുക. ആ കാലത്ത് വലിയ സാമ്പത്തിക ശക്തിയോ വലിയ സ്ഥാപന സംവിധാനമോ അവരുടെ കൈവശമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഒരു ചെറിയ തുകയിലൂടെ പോലും ഒരാൾക്കൊരു ദേശീയ മിഷണറിയെ പിന്തുണയ്ക്കാൻ കഴിയുമെന്ന ആശയം അവർ മുന്നോട്ട് വെച്ചു. ഒരു ദിവസം $1 മാറ്റിവെച്ച് മിഷൻ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുക എന്ന ആശയം അത് രൂപപ്പെട്ടു. 1979 ആ ദർശനം ഒരു സംഘടനയായി രൂപപ്പെട്ടു. അതാണ് ഗോസ്പൽ ഫോർ ഏഷ്യ, പിന്നീട് GFA വേൾഡായി അറിയപ്പെട്ട ഈ സംഘടനയുടെ പ്രധാന ആശയം വ്യത്യസ്തമായിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള മിഷണറിമാരെ മാത്രം ഏഷ്യയിലേക്ക് അയക്കുന്നതിന് പകരം ഏഷ്യയിലെ ജനങ്ങളിൽ നിന്ന് തന്നെ മിഷണറിമാരെ പരിശീലിപ്പിച്ച് അവരുടെ സ്വന്തം ജനങ്ങളിലേക്ക് അയക്കുക. ഇതായിരുന്നു GFAയുടെ പ്രധാന മാതൃക. അങ്ങനെ ഒരു ഇന്ത്യൻ മിഷണറി ഇന്ത്യയിലെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു. ഒരു ഏഷ്യൻ മിഷണറി സ്വന്തം ഭാഷയും സംസ്കാരവും അറിയുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇതിലൂടെ സുവിശേഷ പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഡാളസ് ആ പ്രവർത്തനത്തിൻ്റെ പ്രധാന അമേരിക്കൻ കേന്ദ്രങ്ങളിലൊന്നായി മാറി. അമേരിക്കയിലെ സഭകളുമായും വ്യക്തികളുമായും ബന്ധം സ്ഥാപിച്ചു. മിഷൻ പ്രവർത്തനത്തിനായി സാമ്പത്തികവും പ്രാർത്ഥനാപരവുമായ പിന്തുണ സമാഹരിച്ചു. ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തനമാണ് പിന്നീട് നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത്. GFAയുടെ ചരിത്രത്തിൽ കേരളത്തിനും പ്രത്യേക സ്ഥാനമുണ്ട്. കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ KP യോഹന്നാൻ പിന്നീട് ഏഷ്യയിലെ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വളർന്നതോടെ GFAയുടെ മിഷൻ ഒരു പ്രവർത്തനത്തിന് വലിയൊരു അടിത്തറ രൂപപ്പെട്ടു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയ മിഷണറിമാരുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു. അങ്ങനെ ഡാളസിൽ നിന്ന് ആരംഭിച്ച ഒരു ദർശനം വീണ്ടും കേരളത്തിൻ്റെ മണ്ണിലേക്കും തിരിച്ചെത്തി. GFAയുടെ വളർച്ചയിൽ KP യോഹന്നാൻ്റെ എഴുത്തുകൾക്കും വലിയ പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നാണ് റെവല്യൂഷൻ ഇൻ വേൾഡ് മിഷൻസ്. മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പരമ്പരാഗത സമീപനങ്ങളെ ചോദ്യം ചെയ്ത ഈ പുസ്തകം വലിയ രീതിയിൽ പ്രചരിച്ചു. GFAയുടെ ഔദ്യോഗിക വിവരമനുസരിച്ച് ഈ പുസ്തകത്തിൻ്റെ 4 മില്യണിലധികം കോപ്പികൾ അച്ചടിച്ചു. പുസ്തകത്തിലൂടെ അദ്ദേഹം ഉയർത്തിയ പ്രധാന ആശയം ലോകത്തിലെ സുവിശേഷം കേൾക്കാത്ത ജനങ്ങളിലേക്ക് എത്താൻ സഭ എന്താണ് ചെയ്യുന്നതെന്ന ചോദ്യമായിരുന്നു. കാലക്രമേണ GFAയുടെ പ്രവർത്തനം സുവിശേഷ പ്രചാരണത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ദരിദ്രരെയും ദുരിതബാധിതരെയും സഹായിക്കുന്ന വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളും സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. GFA വേൾഡ് ഇന്ന് ഏഷ്യയിലും ആഫ്രിക്കയിലുമായി നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. സുവിശേഷ പ്രവർത്തനത്തിനോടൊപ്പം സമൂഹങ്ങളുടെ ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതാണ് അവരുടെ പ്രഖ്യാപിത ദൗത്യം. GFAയുടെ അമേരിക്കൻ ആസ്ഥാനം പിന്നീട് ഡാളസിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വിൽസ് പോയിന്റ്, ടെക്സാസ് പ്രദേശത്തേക്ക് മാറി. 2014 മുതൽ ഈ പ്രദേശത്താണ് പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനം ഏഷ്യയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചതോടെയാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിൽ നിന്ന് GFA വേൾഡ് എന്ന പേരിലേക്ക് മാറിയത്. ഇന്ന് GFA വേൾഡ് 20ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായി സംഘടനയുടെ ഔദ്യോഗിക രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. 2024 മെയ് 7 ഡാളസ് സഭാ ആസ്ഥാനത്തിന് സമീപം പ്രഭാത സവാരിക്കിടെ KP യോഹന്നാനെ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് ചികിത്സയിലിരിക്കെ 2024 മെയ് 8 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് അന്ന് 74 വയസ്സായിരുന്നു. 1974 ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെത്തിയ ഒരു യുവാവ്
ഡാളസിൽ പഠിച്ചു, ഡാളസിൽ പാസ്റ്ററായി സേവിച്ചു. ഡാളസിൽ നിന്നാണ് ഏഷ്യയിലെ ജനങ്ങളോടുള്ള വലിയൊരു മിഷൻ ദർശനം വളർന്നത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളും ഡാളസിൽ തന്നെയായിരുന്നു. 2024 മെയ് 15 ഡാളസിലെ റെസ്ലാൻഡ് ഫ്യൂണറൽ ഹോമിൽ KP യോഹന്നാൻ്റെ പൊതുദർശനം നടന്നു. അമേരിക്കയിലെ സുഹൃത്തുക്കളും സഭാ നേതാക്കളും സഹപ്രവർത്തകരും അദ്ദേഹത്തിന് അന്തിമ ആദരവ് അർപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി. കേരളത്തിലെ തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ചോദ്യമുയരും. ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രവർത്തനം എങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തി? ഉത്തരം സംഘടനയുടെ വലുപ്പത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ദർശനത്തിലായിരുന്നു. അത് പിന്നീട് ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും പിന്തുണക്കാരുടെയും പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും ഭാഗമായി വളർന്നു. ഇത് ഒരു സംഘടനയുടെ മാത്രം ചരിത്രമല്ല, ഒരു മനുഷ്യൻ്റെ ദർശനം എങ്ങനെ ഒരു പ്രസ്ഥാനമായി മാറുന്നു എന്നതിൻ്റെ ചരിത്രം കൂടിയാണ്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച KP യോഹന്നാൻ അമേരിക്കയിലെ ഡാളസിൽ തൻ്റെ മിഷൻ യാത്രയുടെ ഒരു പ്രധാന അധ്യായം തന്നെ എഴുതി ചേർത്തു. അവിടെ നിന്നുയർന്ന ആ ശബ്ദം ഡാളസിൽ നിന്ന് ലോകത്തേക്ക്. ഇതാണ് GFA വേൾഡിൻ്റെ യാത്ര. ഒരു യാത്രയ്ക്ക് അവസാനമുണ്ടാകാം, പക്ഷേ ഒരു ദർശനത്തിന് അവസാനമില്ല. കേരളത്തിലെ സാധാരണ നാട്ടിൻ പ്രദേശത്തെ ഇടത്തരം കുടുംബത്തിൽ നിന്നുയർന്നു വന്ന KP യോഹന്നാൻ അമേരിക്കയിലെത്തി ഈ ഗോസ്പൽ സാമ്രാജ്യം പടുത്തുയർത്തിയത് ഒരു ദൈവിക അനുഗ്രഹം കൊണ്ടാണ്. GFAയുടെ ആസ്ഥാനമായ ഈ കൂറ്റൻ കെട്ടിടത്തിൽ ഓഫീസുകൾക്ക് പുറമെ ഡോക്ടർ KP യോഹന്നാൻ ബിഷപ്പിൻ്റെ ഓർമ്മകൾക്ക് നിറം പകരുന്ന ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ തന്നെ 100ഓളം വില്ലകൾ കാണാം. ഇവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാനുള്ളതാണ്. അതുപോലെ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയും സ്ഥിതി ചെയ്യുന്നു. ഡാളസിൽ നിന്ന് ലോകം കീഴടക്കിയ KP യോഹന്നാനും GFAയുടെ ചരിത്രവും വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും.